2026 കേരളത്തിൽ ഒരു അഡ്മിഷൻ ലഭിക്കാൻ കീം വഴി എഞ്ചിനീയറിംഗ്, ബിഫാം കോഴ്സുകൾ, മെഡിക്കൽ, ആർക്കിടെക്ചർ കോഴ്സുകൾ ഇതിനായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റായ ckerala.gov.in എന്ന വെബ്സൈറ്റ് വഴി എങ്കിൽ എല്ലാ കാൻഡിഡേറ്റ്സിനും പ്രൊഫൈൽ വെരിഫൈ ചെയ്യാനുള്ള അവസരം കേരള എൻട്രൻസ് കമ്മീഷൻ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നു. NRI സ്റ്റാറ്റസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് ഒഴിച്ച് എല്ലാ വിദ്യാർത്ഥികളും മെയ് 10 മുമ്പായി അവരവരുടെ പ്രൊഫൈൽ വെരിഫൈ ചെയ്യണം. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള അവസരമാണ് മെയ് 10 6 മണിക്ക് മുമ്പായി കേരള എൻട്രൻസ് കമ്മീഷൻ ഇപ്പോ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, കീം വഴി ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. ബിടെക് കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള എൻട്രൻസ് എക്സാമിനേഷൻ, അതിനോടൊപ്പം ബിഫാം കോഴ്സുകൾക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷനും. ഇനി കീം അപ്ലൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് മെഡിക്കൽ സെക്ടറിൽ കേരളത്തിൽ നീറ്റ് എക്സാമിനേഷന്റെ സ്കോർ വഴി MBBS ഉൾപ്പെടെയുള്ള മുഴുവൻ കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിക്കുക. അതിനോടൊപ്പം ആർക്കിടെക്ട് കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ നാം നാറ്റ സ്കോർ നേടേണ്ടതുണ്ട്. ഇത് ഏതുമാവട്ടെ, കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രൊഫൈൽ വെരിഫിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായി ചെയ്യുക, മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യുക. 2026 എൻട്രൻസ് അപ്ഡേറ്റ്സുകൾ, പുതിയ ആപ്ലിക്കേഷൻസുകൾ, എല്ലാ മേഖലകളെ കുറിച്ചുമുള്ള പുതിയ അപ്ഡേറ്റ്സുമായി ആൽഫ അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ വീണ്ടും കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഡൗട്ട്സുകൾ തീർക്കുക, ഏറ്റവും മികച്ച കോഴ്സുകളും ക്യാമ്പസുകളും നേടിയെടുക്കാനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.